പ്രൈസ് ലോർഡ്. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. യഹോവയുടെ നാമത്തിൽ ചാരുകയും അവൻ ആശ്രയിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സകലർക്ക് ഞാൻ എൻ്റെ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. 1 ശമൂവേൽ 15-ാം അധ്യായത്തിൻ്റെ 18-19 വാക്യങ്ങൾ ഇങ്ങനെ വായിക്കുന്നു. പിന്നെ യഹോവ നിന്നെ ഒരു വഴിക്ക് അയച്ച് നീ ചെന്ന അമലേക്യരായ പാപികളെ നിർമൂലമാക്കുകയും അവർ നശിക്കും വരെ അവരോട് പൊരുതുകയും ചെയ്യുക എന്ന് കൽപ്പിച്ചു. അങ്ങനെ ഇരിക്കെ നീ യഹോവയുടെ കൽപ്പന അനുസരിക്കാതെ കൊള്ളയ്ക്ക് ചാടി യഹോവയ്ക്ക് അനിഷ്ടമായത് ചെയ്തത് എന്ത്? ഞാൻ പറയട്ടെ, ദൈവം ഒരു മിഷനോടെ നിന്നെ അവിടെ തയ്ക്കുകയാണെങ്കിൽ, അവിടെ ചെന്ന് അവിടെയുള്ള അമാലേക്യരെ നിർമൂലം നശിപ്പിക്കുവാൻ പറയുവാണെങ്കിൽ, തീർത്തും അവരെ കൺസ്യൂം ചെയ്ത് കളയുവാൻ പറയുവാണെങ്കിൽ, കുഞ്ഞെ, അവിടെ നിനക്ക് സ്പെയർ ചെയ്ത് കുറച്ച് സൂക്ഷിക്കാൻ പറ്റുമോ? ഇല്ല. വൈ ദെൻ ഡിഡ് യു നോട്ട് ഒബേ ദ വോയിസ് ഓഫ് ദ ലോർഡ്? ഇവിടെ അതാണ് പ്രവാചകൻ ശൗലിനോട് ചോദിക്കുന്നത്. ശൗല് അപ്പോൾ ശമൂവേലിനോട് പറയുന്ന മറുപടി നമുക്ക് ഈ 1 ശമൂവേൽ 15-ന്റെ 24, 25, 26 വാക്യത്തിൽ കാണാം. ഇങ്ങനെയാണ് പറയുന്നത്. ശൗൽ ശമൂവേലിനോട്, ഞാൻ ജനത്തെ ഭയപ്പെട്ട് അവരുടെ വാക്കനുസരിച്ചതിനാൽ യഹോവയുടെ കൽപ്പനയും നിൻ്റെ വാക്കും ലംഘിച്ച് പാപം ചെയ്തിരിക്കുന്നു. എങ്കിലും എൻ്റെ പാപം ക്ഷമിച്ച് ഞാൻ യഹോവയെ നമസ്കരിക്കേണ്ടതിന് എന്നോടുകൂടെ പോരേണമേ എന്ന് പറഞ്ഞു. ശമൂവേൽ ശൗലിനോട്, ഞാൻ പോരുകയില്ല. നീ യഹോവയുടെ വചനത്തെ തള്ളിക്കളഞ്ഞതുകൊണ്ട് യഹോവ നിന്നെയും ഇസ്രയേലിലെ രാജസ്ഥാനത്ത് നിന്ന് തള്ളിക്കളഞ്ഞിരിക്കുന്നു. ദൈവമക്കളെ, മാനുഷ്യഭയം ഒരു കണി എന്ന് പറഞ്ഞല്ലോ. ഒരിക്കലും മനുഷ്യരെ ഭയപ്പെടുവാൻ ഇടയാകരുത്. പ്രൈസ് ഗോഡ്. സ്വർഗത്തിലൊരു ദൈവം നമുക്കുള്ളപ്പോൾ നമ്മൾ ആ ദൈവത്തെ അനുസരിക്കുവാൻ ബാധ്യസ്ഥരാണ്. ശൗല് ഇവിടെ ദൈവത്തെ അനുസരിച്ചില്ല എന്ന് മാത്രമല്ല, നുണയും പറഞ്ഞു. അവന് ചെയ്ത തെറ്റിനെ കവർ ചെയ്യുവാൻ ശ്രമിച്ചു. തന്നെയുമല്ല, കുറ്റം ഷിഫ്റ്റ് ചെയ്ത് ജനത്തിൻ്റെ മേലിടുവാൻ അവൻ ശ്രമിച്ചു. എന്തുകൊണ്ടാണ്? അവൻ ജനത്തെ ഭയപ്പെടുക നിമിത്തം. അതുകൊണ്ട് തന്നെ തൻ്റെ ആ രാജസ്ഥാനത്ത് നിന്ന് തള്ളിക്കളവാൻ തക്കവണ്ണം ഇടയായി. അതിനുശേഷം ദൈവത്തിൻ്റെ ഹൃദയപ്രകാരമുള്ളൊരു മനുഷ്യനെ കണ്ടെത്തി. ആ മനുഷ്യനാരായിരുന്നു? ദാവീദ്. ഗോഡ് ചോസ് ഡേവിഡ് ടു റീപ്ലേസ് സോൾ ആസ് ദ കിങ് ഓഫ് ഇസ്രായേൽ. അല്ലേ? ഇതേക്കുറിച്ച് എൻ്റെ പ്രിയപ്പെട്ടവരൊന്ന് ചിന്തിച്ചേ. ദൈവം എന്തുവാ പ്രോമിസ് ചെയ്തത്? ശൗലിനോട് പറഞ്ഞു, നിൻ്റെ സന്തതി സിംഹാസനത്തിൽ ഇരിക്കുമെന്നാണ്. അതൊരു കണ്ടീഷണൽ പ്രോമിസായിരുന്നു ദൈവം കൊടുത്തത്. അതായത് ദൈവത്തിൻ്റെ കൽപ്പനകളെയൊക്കെ അനുസരിച്ച് നടന്നാൽ നമുക്കും എല്ലാം ദൈവം തരുന്ന പ്രോമിസസ് കണ്ടീഷണൽ പ്രോമിസസ്സാണ്. പക്ഷെങ്കിൽ മനുഷ്യരെ ഭയപ്പെട്ട് ഡിസൊബീഡിയൻസ് കാണിച്ചതുകൊണ്ട് ശൗലിന് ആ സ്ഥാനം നഷ്ടപ്പെട്ടു. എന്തുപറ്റി? അവൻ്റെ തലമുറയ്ക്കും അത് നഷ്ടപ്പെട്ടു. ശൗലിനെ കഴിഞ്ഞുള്ള ഒരു ബെറ്റർ മാൻ ദാവീദ് വന്നു. എന്നിട്ട് ഹി എൻഡഡ് അപ്പോൺ ദ ത്രോൺ ഓഫ് ഇസ്രായേൽ ത്രൂ ഹൂം അവർ സേവിയർ കം. യേശു കർത്താവ് ആ തലമുറയിലാണ് ജനിച്ചത്. നമ്മുടെ ഡെസ്റ്റിനിയിൽ നിന്ന് നമ്മെ മാറ്റിയിട്ട് നമ്മുടെ തലമുറയെപ്പോലും അഫക്റ്റ് ചെയ്യത്തക്കവണ്ണം മാനുഷ്യഭയം, മനുഷ്യരെ നാം ഭയപ്പെട്ടാൽ സംഭവിക്കുമെന്നുള്ളത് എൻ്റെ പ്രിയപ്പെട്ടവർ മറന്നു പോകരുതേ. ജസ്റ്റ് തിങ്ക് വാട്ട് ഫെയ്ത്ത് ഇൻ ഗോഡ് ക്യാൻ ഡു. ദൈവത്തിലുള്ള വിശ്വാസം വലിയ കാര്യങ്ങൾ നമുക്ക് ചെയ്യുവാൻ തക്കവണ്ണം നമ്മെ ഇടയാക്കും. യെശയ്യാ പ്രവചനം 51-ാം അധ്യായം അതിൻ്റെ 12-ഉം 13-ഉം വാക്യങ്ങൾ. ഐസായ 51 വേഴ്സസ് 12 and 13. ഞാൻ തന്നെ നിങ്ങളെ ആശ്വസിപ്പിക്കുന്നവൻ, എന്നാൽ മരിച്ചു പോകുന്ന മർത്തിനെയും പുല്ലുപോലെ ആയിത്തീരുന്ന മനുഷ്യനെയും ഭയപ്പെടുവാൻ നീ ആർ? ആകാശത്തെ വിരിച്ച് ഭൂമിയുടെ അടിസ്ഥാനങ്ങളെ ഇട്ടവനായി നിൻ്റെ സൃഷ്ടാവായ യഹോവയെ നീ മറക്കുകയും പീഡകൻ നശിപ്പിപ്പാൻ
ഒരുങ്ങി വരുന്നുവെന്ന് വെച്ച് അവൻ്റെ ക്രോധം നിമിത്തം ദിനം പ്രതി ഇടവിടാതെ പേടിക്കുകയും ചെയ്യുന്നത് എന്ത്? പ്രൈസ് ദ ലോർഡ്. ദൈവമക്കളെ, നമ്മെ ആശ്വസിപ്പിക്കുന്നവനാണ് നമ്മുടെ ദൈവം. യെശയ്യാപ്രവചനം വളരെ എൻകറേജിങ് ആയിട്ടുള്ളൊരു അധ്യായമാണ്. അതിനകത്തെ അനേക വാക്യങ്ങൾ ഒത്തിരി ബൈഹാർട്ട് ചെയ്യുവാൻ എനിക്കിടയായിട്ടുണ്ട്. എന്നെ ഒത്തിരി എൻകറേജ് ചെയ്യുന്ന അനേക വാക്യങ്ങളുണ്ട്. അപ്പോൾ ഇവിടെ ദൈവം പറഞ്ഞ കാര്യം കേട്ടില്ലേ? ഞാൻ തന്നെ നിങ്ങളെ ആശ്വസിപ്പിക്കുന്നവൻ. പിന്നെ എന്തിനാ പുല്ലുപോലായിത്തീരുന്ന മനുഷ്യനെ പേടിക്കേണ്ട കാര്യമുണ്ടോ? 15 വാക്യം ഒന്ന് ശ്രദ്ധിച്ചേ. തിരകളലറുവാൻ തക്കവണ്ണം സമുദ്രത്തെ കോപിപ്പിക്കുന്നവനായി നിൻ്റെ ദൈവമായ യഹോവ ഞാനാകുന്നു, സൈന്യങ്ങളുടെ യഹോവ എന്നാകുന്നു എൻ്റെ നാമം. പ്രൈസ് ഗോഡ്. നമ്മുടെ ദൈവം ആകാശത്തെ വിരിക്കുന്നവനാണ് അവൻ്റെ കരം കൊണ്ട്, കേട്ടോ. ഹല്ലേലൂയ. ഒരു ഡ്രോപ്പ് ഒരു ബക്കറ്റിനകത്ത് എങ്ങനെ ഇരിക്കുന്നു അതുപോലെ ഓരോ നേഷൻസും തുള്ളി പോലെ. പ്രൈസ് ഗോഡ്. ദർ ഈസ് നത്തിങ് ടു ഹാർഡ് ഫോർ ഹിം ആൻഡ് നത്തിങ് ഹി കനോട്ട് ഡു. ദൈവത്തിന് ചെയ്യാൻ കഴിയാത്തതായിട്ടുള്ള ഒന്നുമില്ല, ഒന്നും അവന് പ്രയാസമായിട്ടിരിപ്പില്ല. പ്രൈസ് ഗോഡ്. ഞാൻ ഒരു കാര്യം ഇങ്ങനെ വായിച്ചിട്ടുണ്ട്. മൊണ്ടാന എന്ന സ്ഥലത്ത് ഈ എൽക്ക് ഹണ്ടിങ്ങിന് വേണ്ടി ഒരു ദൈവദാസൻ പുറപ്പെട്ടു. അപ്പോൾ തുറന്ന സ്ഥലത്ത് ആകാശത്തിലേക്ക് നക്ഷത്രങ്ങളൊക്കെ നോക്കി ദൈവത്തിൻ്റെ മഹത്വത്തെയൊക്കെ കണ്ടുകൊണ്ടിങ്ങനെ അവർ കിടക്കുകയായിരുന്നു. താൻ പറയുന്നത് തൻ്റെ ശ്വാസം ഒന്ന് നിന്നുപോയെന്നാണ്. എന്ത് കണ്ടിട്ടാണെന്നറിയാമോ? അത്രത്തോളം നക്ഷത്രങ്ങളെ, അതായത് ദൈവത്തിൻ്റെ ആ ക്രിയേഷനെ അന്ന് രാത്രി വേട്ടയാടാൻ പോയ സമയത്താണ് ആ നക്ഷത്രങ്ങളെ താൻ കണ്ടത്. പ്രൈസ് ഗോഡ്. ആ നക്ഷത്രങ്ങൾ മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ആകാശത്തെ വിരിച്ചതാരാ? നമ്മുടെ ദൈവം. പ്രൈസ് ഗോഡ്. അത്രയും വലിയൊരു ദൈവമുള്ളപ്പോൾ ഒരു ചെറിയ വീട്ടിൽ താമസിക്കുന്ന കുഞ്ഞെ, നീ ആ ചെറിയ വീടിൻ്റെ റെൻറ്റ് കൊടുക്കുവാൻ കഴിയാതെ ഭാരപ്പെടുന്നില്ലേ? ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ശക്തമായി വ്യക്തമായി ചില സാമ്പത്തിക വിഷയത്തിൽ ഭാരപ്പെടുന്നവരെ കണ്ടുകൊണ്ട് പറയുക, ദൈവത്തിൻ്റെ കരങ്ങളിലെല്ലാം ഉണ്ട്. അവനിൽ ആശ്രയിക്ക്, ധൈര്യത്തോടെ ഇരിക്കുക, അവന് സ്തോത്രം ചെയ്യുക. ദൈവം നിനക്ക് വേണ്ടി എഴുന്നേറ്റ് വരും. പ്രൈസ് ഗോഡ്. ദൈവത്തിൻ്റെ ആ ശക്തിയുടെ ശ്രേഷ്ഠത, അവൻ്റെ ശക്തിയുടെ മാഹാത്മ്യം, അവൻ്റെ പ്രവൃത്തിയുടെ ആ തീവ്രത നമ്മൾ ഗ്രഹിച്ചെങ്കിൽ മാത്രമേ നമുക്ക് തോന്നത്തുള്ളൂ, അയ്യോ ഞാൻ ഇത്രയും നേരം ഇങ്ങനെ വറിയടിച്ചിരുന്നത് എന്ത് റെഡിക്കുലസ് ആയിട്ടുള്ളൊരു കാര്യമായിരുന്നു എന്ന് കുഞ്ഞെ നിനക്ക് തോന്നത്തുള്ളൂ. അതുകൊണ്ട് വറി നിന്നെ മൂടുവാൻ അനുവദിക്കരുതേ. ഇന്നിപ്പോൾ എന്താണ് വറി? എന്നാണേലും നമുക്കത് ദൈവത്തിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കാമേ. പ്രൈസ് ഗോഡ്. ഒറ്റ കാര്യം ഓർത്താൽ മതി, അവൻ്റെ കരം ഈ സർവ്വ ഭൂമിയെയും ഈ എൻറ്റയർ യൂണിവേഴ്സിനെയും വിരിച്ചത് ആ കരമാണ്. ഈ ഭൂമിക്ക് അടിസ്ഥാനമിട്ടത് ദൈവത്തിൻ്റെ കരമാണ്. അതുകൊണ്ട് ഇടപെടാതെ പേടിക്കല്ലേ. ദൈവം തീർച്ചയായിട്ടും നിന്നെ വിടുവിക്കും. ആ നല്ല ദൈവത്തിൽ ആശ്രയിപ്പാൻ തക്കവണ്ണം ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാൻ പറ്റുമോ? ദൈവം തന്നിരിക്കുന്ന വചനം നീ അത് നിൻ്റെ വായിലെടുത്ത് പ്രൈസ് ഗോഡ് നീ പറ, നീ അത് ഉച്ചരിക്കുക. പ്രൈസ് ഗോഡ്. ദൈവം എന്തിനാണ് നമുക്ക് വാക്യങ്ങൾ തന്നിരിക്കുന്നത്? ദൈവം എന്തിനാണ് ദൈവത്തിൻ്റെ വചനം നമുക്ക് തന്നിരിക്കുന്നത്? നാം അത് ഉച്ചരിക്കുമ്പോൾ എന്ത് പറ്റുമെന്നറിയാമോ? ദൈവത്തിൻ്റെ നീതി നമുക്ക് ലഭിക്കും. ദൈവത്തിൽ നിന്നുള്ള രക്ഷ നമുക്ക് പ്രാപിക്കുവാനിടയാകും. അതുകൊണ്ടാണ് പ്രവാചകൻ പറയുന്നത്, എൻ്റെ നീതി സമീപമായിരിക്കുന്നു, എൻ്റെ രക്ഷ പുറപ്പെട്ടിരിക്കുന്നു. കുഞ്ഞേ, ഏതെങ്കിലും ഒരു വിഷയത്തിൽ മറുപടി കിട്ടാതെ നീ ഭാരപ്പെട്ടിരിക്കുവാണെങ്കിൽ നീ പറ, നീ ഉച്ചത്തിൽ പറ, നിൻ്റെ പ്രാർത്ഥനാ മുറിയിലിരുന്ന് നീ പറ, ഹല്ലേലൂയ. നീ എന്തു പറയും? എൻ്റെ നീതി സമീപമായിരിക്കുന്നു, എൻ്റെ രക്ഷ പുറപ്പെട്ടിരിക്കുന്നു. അത് കേട്ട് സ്വർഗം അടങ്ങിയിരിക്കുമോ? സ്വർഗം അടങ്ങിയിരിക്കത്തില്ല. സ്വർഗം തൻ്റെ രക്ഷ അയക്കും. പ്രൈസ് ഗോഡ്. നമ്മളെ വിളിച്ച ദൈവം അനുഗ്രഹിക്കാനാണ് നമ്മളെ വിളിച്ചിരിക്കുന്നത്, അല്ലേ? നമ്മെ വർദ്ധിപ്പിക്കാനാണ് അവൻ വിളിച്ചിരിക്കുന്നത്. ആ ദൈവം
നമ്മുടെ ജീവിതമാർഗ്ഗത്തിൽ വരുന്ന സകലത്തിലും നമ്മെ ആശ്വസിപ്പിച്ച് വഴി നടത്തും. നമുക്ക് സമർപ്പിച്ചു കൊടുക്കുക. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, നല്ല സമയത്തിനായിട്ട് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവകൃപയിൽ ആശ്രയിപ്പാനും ദൈവത്തിൽ ശരണപ്പെടുവാനും പൂർണ്ണമായി കർത്താവിൽ തന്നെ ആശ്രയിപ്പാനും നീ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. യഹോവ തന്നെ ദൈവമെന്നറിയുവാൻ ഞങ്ങളെ സഹായിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. സർവ്വമൊത്തം തിരുമേനിക്ക് അർപ്പിക്കുന്നു, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഗോഡ് ബ്ലെസ് യു ഓൾ.